സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിച്ചതോടെയാണ് ഹോട്ടൽ ഉടമകൾ ഭക്ഷണ വിലയും വർദ്ധിപ്പിച്ചത്. ചായയ്ക്ക് 4 രൂപ വരെയും ഊണിന് 30 രൂപ വരെയുമാണ് ഹോട്ടൽ ഉടമകൾ വർദ്ധിപ്പിച്ചത്. 12 രൂപയായിരുന്ന ചായയ്ക്ക് ഇനി 16 രൂപ നൽകണം. 4 രൂപ മുതൽ 30 രൂപ വരെയാണ് വിവിധ വിഭവങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 10-20 വർഷമായി ചായക്കട നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില വർധനവ് കാരണം നമുക്ക് മുതലായി വരുന്നില്ല. അതുകൊണ്ട് ചായ കടി ഇതെല്ലാം വില കൂട്ടി 12 രൂപയായിട്ട് വെക്കണം. വിറകടുപ്പ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയ കടയായതുകൊണ്ട് ഗ്യാസും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒറ്റയടിക്ക് ഇത്രയും റുപ്യ 1000 റുപ്യോളം അധികമായതുകൊണ്ട് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ലേശം വില കൂട്ടി വെക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെ 15 രൂപയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 രൂപ 10 രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത് 12 രൂപയായി വർദ്ധിപ്പിച്ച് അങ്ങനെ ആ ലെവലിൽ വെക്കണം. പാചകവാതകത്തിൽ തയ്യാറാക്കുന്ന ഊണിന്റെ വില 90-ൽ നിന്ന് 120 രൂപയിലേക്ക് കടന്നു. ഒരു ഉഴുന്നുവട കഴിക്കണമെങ്കിൽ പോലും ഇനി 15 രൂപ നൽകണം. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും വില നേരത്തെ വർദ്ധിപ്പിച്ചതിനാൽ ഇത്തവണ മാറ്റമില്ല. എന്നാൽ ചിക്കൻ, ബീഫ്, മീൻ വിഭവങ്ങളുടെ വിലയിൽ നേരിയ വർധനവുണ്ട്. പാചകവാതകത്തിന്റെ വില ഇരട്ടിയായതോടെ പിടിച്ചു നിൽക്കാൻ മറ്റ് മാർഗങ്ങളില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഹോട്ടൽ വ്യവസായം കേരളത്തിലൊട്ടുക്ക്, ഇന്ത്യ രാജ്യത്തൊട്ടുക്ക് വളരെ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ പോലും വനിതാ ക്യാൻറ്റീനായിട്ട് തുടങ്ങിയതാണ്. ഇതെല്ലാം വനിതാ ക്യാൻറ്റീൻ തുടങ്ങി എല്ലാവരും പിരിഞ്ഞുപോയി. കൂലി ഒക്കാതെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുതലും, അതുപോലെ തന്നെ ഇത് നിന്നിട്ട് ഒരു നിവൃത്തിയില്ലാത്ത കാരണം എല്ലാവരും പോയി. എല്ലാ സാധനത്തിനും വില കൂടി. അതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരു എന്ന പോലെ ഗ്യാസില്ലാതെ ഒന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥ. ഗ്യാസില്ലാതിരുന്നാൽ വിറകടുപ്പിൽ വെക്കുന്നത് കാരണം എല്ലാവരും പുകച്ചൂരും മറ്റടിക്കുന്ന കുറേ ബിസിനസ് വളരെ പ്രതിസന്ധിയാണ്. വിറകിനാണെങ്കിൽ നേരത്തെ 50 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 65 രൂപയായി. പുളിവിറകാണെങ്കിൽ 75 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 100 രൂപയായി. ഗ്യാസിൻ്റെ വില ഒറ്റയടിക്കാണ് 999 രൂപ കൂട്ടിയത് കൊണ്ട് ഇപ്പോൾ 3200 രൂപ വേണം ഒരു കുറ്റി ഗ്യാസ് കിട്ടണമെങ്കിൽ. ആ 3200 കൊടുത്ത് ഗ്യാസ് മേടിക്കുന്നത് കാരണം ഒരു രൂപ പോലും മേൽമിച്ചമില്ലാത്ത ഒരവസ്ഥയാണ്. കൂലിച്ചെലവും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം കഴിഞ്ഞ് ഇതേത് നിമിഷവും അടച്ചിടേണ്ട അവസ്ഥയിലേക്കാണ്, ഈ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്നവരും നഗരങ്ങളിൽ തങ്ങി ജോലി ചെയ്യുന്നവരും ഭക്ഷണത്തിനായി വലിയൊരു തുക അധികമായി കണ്ടെത്തേണ്ടി വരും. ഇത് മാസ ബജറ്റ് താളം തെറ്റിക്കുമെന്നും സാധാരണക്കാർക്ക് ഇരുട്ടടിയാവുമെന്നും ആളുകൾ പ്രതികരിക്കുന്നു. ഒരു ചായ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 20 രൂപ, ഏകദേശം 20 രൂപയോളം ചിലവ് വരുന്നുണ്ട്. 12 രൂപ കൊടുത്താൽ അങ്ങനെ മതി. അപ്പോൾ ചായ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ചായ ഇല്ല പറയുന്നതോട് കൂടിയിട്ട് ആളുകൾ മറ്റുള്ള ബിസിനസ്സിനെ ബാധിക്കുന്നതാണ്. ചായ ഇല്ലെങ്കിൽ മറ്റൊന്നും വേണ്ടാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ ഈ മേഖല വളരെ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ മാത്രമല്ല, എല്ലാ ആളുകളും ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെല്ലാം വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. വില വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ ഈ മേഖലയിൽ നിന്നും പുറകോട്ട് പോകുന്നൊരവസ്ഥ വരും. അതുപോലെ തന്നെയാണ് നമ്മൾക്കും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാചകവാതകത്തിന്റെ വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ഹോട്ടലുകൾ വരും ദിവസങ്ങളിൽ വില വർധനവിലേക്ക് നീങ്ങാനാണ് സാധ്യത. UTV ന്യൂസ്, പാലക്കാട്.